സംസ്കൃത മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഇവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അത് രക്ഷാപ്രവർത്തനം നേരിട്ട് വിലയിരുത്തുന്നതിന് ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇവിടെ ഒരു 4 പേരെ ജീവനോട് രക്ഷപ്പെടുത്തി എന്നുള്ളത് അതിൻ്റെ ഒരു വിശദാംശങ്ങളൊന്ന് പറയാമോ? 4 പേരെ രക്ഷപ്പെടുത്തി. 2 പേര് സ്ത്രീകളാണ് അല്ലേ? 2 സ്ത്രീകളാണ്. അത് ഐഡന്റിഫൈ ചെയ്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഭയപ്പെടേണ്ട പ്രശ്നമൊന്നും വരുന്നില്ല. നമ്മൾ ഭക്ഷണമൊക്കെ നേരത്തെ എത്തിച്ചല്ലോ അവർക്ക്. അപ്പോൾ മറ്റ് സംവിധാനങ്ങളൊക്കെ സൗകര്യങ്ങളും മറ്റുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ നിലയിലും. 4 പേരാണുള്ളത്, 2 പേര് സ്ത്രീകളാണ്. മിനിസ്റ്റർ, ഇതൊരു വളരെ പ്രതീക്ഷയുള്ള ഒരു സിറ്റുവേഷനാണ്. ഇവിടെ മറ്റ് സ്ഥലങ്ങളിലും അങ്ങനെ ആൾക്കാർ ഉണ്ടാകുമോ എന്നുള്ളൊരു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് അറിഞ്ഞുകൊണ്ട് മാറി നിന്ന് വേറെ സ്ഥലത്ത് മാറി നിന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അവരിപ്പോൾ സേഫാണ്. എല്ലാ നിലയിലും അവർക്ക് മറ്റ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ അവരെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. അതെ, ആ വിവരം കിട്ടി. ഞങ്ങൾ ഇന്നലെ രാത്രിയല്ലേ നമുക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു. ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പോയി കണ്ടെത്തിയാണ്. അതിന് പുറമെ ഇന്നിപ്പോൾ 2 മൃതദേഹം കിട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവരെങ്ങോട്ടാണ് മിനിസ്റ്റർ കൊണ്ടുവരിക? ഈ 4 പേരെ ക്യാമ്പിലേക്കാണോ? അത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ബാക്കി ചർച്ച ചെയ്ത് തീരുമാനിക്കും. മന്ത്രി മുഹമ്മദ് റിയാസാണ് വളരെ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്.